നടിയെ ആക്രമിച്ച കേസ് അത് സിനിമാ ലോകത്തും പുറത്തും വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. ആ കേസിൻ്റെ നടപടികൾ, കോടതി നടപടികൾ ഇപ്പോഴും ഇങ്ങനെ അനന്തമായി നീളുന്നത് നമ്മളിങ്ങനെ ഓരോ ദിവസവും വാർത്തകളിൽ നമ്മൾ കാണുന്നതുമാണ്. എന്തായാലും ആ കേസിന് പിന്നാലെ നടൻ ദിലീപിൻ്റെ സിനിമാ കരിയറിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. ആ കേസ് ഉണ്ടായ സമയത്ത് 1-2 വർഷത്തോളം അദ്ദേഹത്തിന് സിനിമാ ലോകത്ത് നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നു. അതിനുശേഷം വലിയൊരു തിരിച്ചുവരവിന് ദിലീപ് ശ്രമിച്ചു. ആദ്യം ചെയ്ത സിനിമ രാംലീലയായിരുന്നു. രാംലീല ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി, വാണിജ്യപരമായി വലിയ നേട്ടമുണ്ടായി. അതിനുശേഷവും കുറച്ച് സിനിമകൾ ചെയ്തു. പക്ഷേ ആ സിനിമകളൊക്കെ വാണിജ്യപരമായി നേട്ടമുണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നിപ്പോൾ ഒരു പുതിയ സിനിമ ദിലീപിൻ്റെതായി റിലീസ് ചെയ്തിരിക്കുകയാണ്. പഴയ ദിലീപിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? ഒരു തിരിച്ചുവരവ് ഇനി എത്രത്തോളം സാധ്യമാണ് ദിലീപിൻ്റെ സിനിമാ കരിയറിന് എന്നതാണ് സംസാരിക്കാൻ പോകുന്നത്. നിഷാദ്, ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ യൂട്യൂബിലൊക്കെ ദിലീപിൻ്റെ പുതിയ ഇൻ്റർവ്യൂകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് അദ്ദേഹം ഈ കഴിഞ്ഞ സംഭവങ്ങളെയൊക്കെ നോർമലൈസ് ചെയ്യുകയാണ് എന്ന് വേണം. സിനിമാ ലോകത്തുനിന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു, തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലൊക്കെയാണ് ഒട്ടുമിക്ക ഇൻ്റർവ്യൂകളും. അപ്പോൾ ഒരു പഴയ ഒരു ഇമേജ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണോ ദിലീപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദിലീപ് പഴയ ഇമേജ് തിരിച്ചുപിടിക്കാനും പഴയ പടിയിൽ താൻ ഫ്ലെക്സിബിളാണ്, ജനപ്രിയനാണ്, കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇൻ്റർവ്യൂവിലും സിനിമയിലും എല്ലാം കാണാം. പക്ഷേ അദ്ദേഹം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഈ ഇമേജ് ഉണ്ടല്ലോ, തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ പഴയ സിനിമാഭിനയ പാഠവും, അത് സത്യത്തിൽ ഇപ്പോൾ കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസും അദ്ദേഹത്തിൻ്റെ സിനിമകളും ഒക്കെ വേറെ കാര്യം. ആ പഴയ ദിലീപ് ഉണ്ടല്ലോ, പഴത്തൊലിയിൽ തെന്നി വീഴുന്ന, മുഖത്തേക്ക് അരിപ്പൊടി വീഴുന്ന, പട്ടിയെ കണ്ടിട്ട് വല്ലാതെ ഓടുന്ന ആ ടൈപ്പ് ഫ്ലെക്സിബിൾ കോമഡി ഉണ്ടല്ലോ, അതിൻ്റെ കാലം കഴിഞ്ഞു പോയെന്നുള്ളതാണ് ദിലീപ് നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ നടിയെ ആക്രമിച്ച കേസ് ദിലീപിനെ ആളുകൾക്കിടയിൽ അനഭിമിതനാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ഇഷ്ടം, ജനപ്രിയ നായകൻ എന്നൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എഴുതി കാണിക്കുന്നത് മാത്രം ഒന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആളുകൾ അത്രയും ജനപ്രിയനല്ല അദ്ദേഹം. പക്ഷേ ആ കേസ് ഇല്ലായിരുന്നെങ്കിലും ഇതാണ് ദിലീപിൻ്റെ ശൈലിയെങ്കിൽ ദിലീപ് നേരത്തെ ഔട്ടായി പോയെന്നെ. 5-6 വർഷം മുമ്പ് ഔട്ടായി പോകേണ്ട ആളാണ്. കാരണം എന്താണ്? ജയറാം നമ്മളെ എന്തുമാത്രം ചിരിപ്പിച്ച ആളാണ്. ജയറാമിൻ്റെ പഴയ കാലത്ത് എത്രയോ സിനിമകൾ നമ്മുടെ ഇപ്പോഴത്തെയും എവർഗ്രീൻ ഫേവറേറ്റ് സിനിമകളുണ്ട്. പക്ഷെ അതിനുശേഷം തുടർച്ചയായ പരാജയം. ഒരു കേസും ഇല്ലല്ലോ ജയറാമിനെതിരെ ഒരു ജനപ്രിയ അപ്രിയനാകുന്ന ഒരു പ്രശ്നവും. പക്ഷേ ജയറാം എന്ത് ചെയ്തു? ദീർഘകാലം അദ്ദേഹം ഔട്ടായി പോയി. എത്ര നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം ഒന്ന് വീണ്ടും തിരിച്ചു വരുന്നതിൻ്റെ സൂചന കാണിച്ചത്. അപ്പോൾ ഇത് ഒരേ ശൈലിയിൽ ഒരേ തരത്തിലുള്ള മിമിക്രി കോമഡികളുണ്ട്. മിമിക്രി കോമഡികൾ എന്ന് വെച്ചാൽ സിറ്റുവേഷനിൽ കോമഡികൾ എഴുതി ഉണ്ടാക്കുന്ന കോമഡി. ഈ സിനിമയിൽ ഒരു 10 കോമഡി രംഗങ്ങൾ വേണം. ചില സിനിമയിലൊക്കെ ആ കോമഡി രംഗങ്ങൾ എഴുതാൻ തന്നെ വേറെ ആൾക്ക് കൊടുക്കണം, അവരാണ് എഴുതി ഉണ്ടാക്കുക കോമഡി രംഗങ്ങൾ. ആ ടൈപ്പ് കോമഡി. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലറും പാട്ടും ഒക്കെ കണ്ടാലും കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അദ്ദേഹം സ്റ്റെപ്പിൽ കയറാൻ തെന്നി പോകുന്നു, തലയിൽ അടിപ്പൊടി വീഴുന്നു, പട്ടിയെ കണ്ട് പേടിച്ചോടുന്നു. ദിലീപിൻ്റെ ചില ട്രേഡ് മാർക്ക് സംഗതികളുണ്ട്. ആ ട്രേഡ് മാർക്ക് സംഗതികൾ എന്നൊക്കെ മലയാള സിനിമ ബഹുദൂരം വേറെ വഴിയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ എടുക്കുന്നു. ഇവിടെ മമ്മൂട്ടിയെപ്പോലുള്ള മെഗാസ്റ്റാർ പോലും വൻകിട പരീക്ഷണങ്ങൾ നടത്തുന്നു. മഞ്ഞുമൽ ബോയ്സ് വരുന്നു, ആവേശം വരുന്നു. അപ്പോൾ മലയാള സിനിമ മലയാളത്തിനും പുറത്തേക്ക് അതിൻ്റെ പരീക്ഷണ വഴികളിലൂടെ വളരെ വേഗത്തിൽ സഞ്ചരിച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപ് ഇതേ പഴയ പടിയിൽ. അപ്പോൾ ആ പഴയ പടിയിലുള്ള ദിലീപിന് ആവശ്യമില്ല. ദിലീപല്ല വേറെ ആണെങ്കിൽ തന്നെയും കേരളത്തിന് ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പ്രധാന ഘടകമാണ്. വേറൊന്ന്, അത്രയും ഫ്ലെക്സിബിൾ സംഗതി അദ്ദേഹം ചെയ്തിരുന്നത് ഒരു 10-15 വർഷം മുമ്പാണ്. ഇപ്പോൾ ദിലീപിന് 56 വയസ്സുണ്ട്. 56 വയസ്സുള്ള ദിലീപിന് പഴയ ഈ പട്ടി അരിപ്പൊടി കോമഡികൾ ചെയ്യാൻ പറ്റില്ല. ആ ഫ്ലെക്സിബിലിറ്റി പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രായമുണ്ട്. ആ പ്രായം വെച്ചിട്ട് CID മൂസയിലെ ദിലീപിനെ നമുക്ക് കാണാൻ പറ്റില്ല, അത് ചെയ്യാനും അദ്ദേഹത്തിന് പറ്റില്ല. അപ്പോൾ അദ്ദേഹം 56-ാം വയസ്സിലും ഷാരൂഖ് ഖാൻ പോലും അദ്ദേഹത്തിൻ്റെ റോമിയോ സംഗതികൾ കളഞ്ഞിപ്പോൾ ആക്ഷൻ സിനിമകൾ ചെയ്യുന്നതുകൊണ്ടാണ്. പഴയതിലേക്ക് പോകാൻ പറ്റില്ല, പ്രായമായതുകൊണ്ടാണ്. ദിലീപ് ഇപ്പോഴും അവിടെ നിന്നിട്ട് അവിടെ കയ്യഴി മേടിക്കാമെന്ന് വിചാരിക്കുന്നു എന്നതാണ് ദിലീപ് നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം. പ്രായം ഒരു ഘടകമാണ്. 56 വയസ്സായ ഒരാൾ. അപ്പോൾ ആ നിലയ്ക്കുള്ള പരീക്ഷണ ചിത്രങ്ങളിലേക്ക് ദിലീപിന് കടക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇനിയും സാധ്യതകളുണ്ടോ എന്ന് ആലോചിക്കാം. അത് ദിലീപ് എന്തുമാത്രം ക്രാഫ്റ്റിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, പുതിയ സംഗതികളെ അഡോപ്റ്റ് ചെയ്യാനുള്ള ശേഷിയുടെ കാര്യത്തിലായാലും കൊള്ളാം, ദിലീപ് എന്തുമാത്രം ഫിറ്റാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര എളുപ്പമായിരിക്കില്ല തിരിച്ചു വരാൻ. ഈ സിനിമയെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ നമ്മളാണല്ലോ. അതുകൊണ്ട് ഒരു കൊമേഴ്സ്യൽ പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് കാണാത്തൊരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. ദിലീപ് അല്ലാത്ത ആൾക്കാരും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട്. പക്ഷെ പ്രയാസമായിരിക്കും ഈ സിനിമയിലും ഇത്തരം സിനിമകളിലൂടെയും ഇത്രയും പഴയ സംഗതികളിലൂടെ ദിലീപിനെ തിരിച്ചു വരാൻ. മറ്റൊരു പ്രധാന ഘടകം, ദിലീപിനോട് ആളുകൾക്കുള്ള സ്നേഹം നഷ്ടപ്പെട്ടു എന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ദിലീപിന് വേണ്ടി പണം ഇറക്കുന്നവരും ദിലീപിന് വേണ്ടി കഥ എഴുതുന്നവരും ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് മനുഷ്യർക്ക് ഒരു വ്യക്തിയോട്, അയാളൊരു സിനിമയിൽ എപ്പോഴും ഒരു മാതൃകാരൂപമുള്ള സ്നേഹസമ്പന്നനായ ഹീറോയിക്കായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ.
ആളുകളോട് വ്യക്തിപരമായും നമുക്കൊരു അഫെക്ഷൻ ഉണ്ടാവുക പ്രധാനമാണ്. ആ അഫെക്ഷൻ ആളുകൾക്ക് നഷ്ടപ്പെട്ടതാണ്. ആളുകൾ ആ ഓർമ്മ മനസ്സിൽ വെച്ചിരിക്കും. എന്ന് വെച്ചാൽ മറ്റെന്തിനേക്കാൾ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ദിലീപിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഇറക്കുന്ന 10-50 കോടിയേക്കാൾ വലുതാണ് 1-2 മണിക്കൂർ കാറിനകത്ത് ആ സ്ത്രീ അനുഭവിച്ച നരകയാതന എന്ന് പറയുന്ന സംഗതി. ആ വിലാപം മനുഷ്യന്മാരുടെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുമ്പോൾ ആ ഓർമ്മ വരും. അതുകൊണ്ട് ഇത് 50 കോടിയുടെ ഒരു പ്രോഡക്റ്റ് അല്ലേ, ഈ പ്രോഡക്റ്റ് കലയല്ലേ എന്നൊന്നും പറഞ്ഞ ആളുകൾക്ക് ഡൈജസ്റ്റ് ആവില്ല. കാരണം ഒരു വലിയ ക്രൈം ആളുകളുടെ മുമ്പിലുണ്ട്. ആ ക്രൈമിനെ തേച്ചു മായ്ച്ച് കളയാൻ സിസ്റ്റത്തെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ, പണം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ തത്സമയ കാഴ്ച ഈ കേരളം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു ഘടകമാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഘടകം, അദ്ദേഹം ഔട്ടായി കഴിഞ്ഞു, ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞ ഒരാളാണ്. പുതിയ സംഗതികൾ അഡോപ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമുണ്ട്. രണ്ടാമത്തേത് മലയാളിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ താഴെ വന്ന് പെയ്ഡ് കമൻറ്റ് കൊടുക്കുന്ന ആളുകൾ ദിലീപേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു, ദിലീപേട്ടൻ പാവമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതുപോലെയല്ല, മലയാളി വളരെ നീതിബോധമുള്ള മനുഷ്യരാണ്. ആ നീതിബോധമുള്ള മലയാളിയുടെ ഒരു എന്താ പറയുന്നത് സമീപനത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ദിലീപ് അകത്ത് പോയി 90 ദിവസം കിടന്നത്. വേറൊരു സംസ്ഥാനത്താണ് ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഏത് ദിലീപായാലും അകത്ത് പോകണമെന്ന് മലയാളി ആഗ്രഹിക്കുന്നുണ്ട്. മലയാളിയുടെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടുത്തെ ഗവൺമെൻറ് പോലും നടപ്പിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ദിലീപ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട താരമായതുകൊണ്ടോ ഒരു എക്സംഷൻ അതിനകത്ത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ പലതരത്തിൽ വരയ്ക്ക് പുറത്തായി പോയ ഒരാളാണ്. അപ്പോൾ അതാണ് ശരിക്കും ദിലീപ് നേരിടുന്ന ക്രൈസിസ്, പലതരത്തിലുള്ള ക്രൈസിസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്ന് പുറത്തു വരിക ഈസ് നോട്ട് ഈസി. അജിംസ്, ഇപ്പോഴും മലയാളികളെ ഏറെ ചിരിപ്പിച്ച പടങ്ങൾ ചോദിച്ചാൽ അത് പറക്കുംതളിക, കല്യാണരാമൻ, CID മ്യൂസിയം ഒക്കെ തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ ആ മാറ്റത്തിനനുസരിച്ച്, ആ ഒഴുക്കിനനുസരിച്ച് മാറാൻ ദിലീപിന് കഴിയാത്തതാണോ പ്രശ്നം, അതോ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ളത്? കേസ് നടക്കുന്നത് 2017 ഫെബ്രുവരിയിലാണ്. 2017 ഫെബ്രുവരിയിൽ അദ്ദേഹം ആ കേസിൽ പെട്ടതിന് ശേഷം ആദ്യമായി പുറത്തു വരുന്ന സിനിമ രാമലീല എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഈ രാമലീല സിനിമ അതിനു മുമ്പേ ഷൂട്ടിംഗ് പൂർത്തിയായതായിരുന്നു. പക്ഷെ അത് ആ സിനിമ പൂർത്തിയായി എന്നുള്ളത് ശരി, പക്ഷെ ആ സിനിമ റിലീസ് ഡേറ്റ് പിന്നീട് മാറ്റി വെക്കേണ്ടി വന്നു. ഈ കേസൊക്കെ ആയതുകൊണ്ട് ഇത് റിലീസ് ചെയ്താൽ തകർന്നു പോകുമോ. പക്ഷെ അത്ഭുതകരം എന്ന് പറയട്ടെ, ഈ കേസ് കത്തി നിൽക്കുന്ന സമയത്ത് 2017 സെപ്റ്റംബറിലാണ് രാമലീല റിലീസ് ചെയ്യുന്നത്. ആ പടം ഹിറ്റായിരുന്നു. വലിയ ഹിറ്റൊന്നുമില്ല, ആ പടം ഹിറ്റായിരുന്നു. ആ പടം അർഹിക്കുന്ന വിജയം തിയേറ്ററിൽ നേടി. അപ്പോൾ അതിനർത്ഥം എന്താണ്? അതായത് കേസ് ഉള്ളത് കൊണ്ടാണ് ദിലീപിനെ ജനം തള്ളി പറയുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു ഘടകമായിരിക്കാം. ഇപ്പോൾ ദിലീപിൻ്റെ സിനിമകൾ വിജയിക്കാതിരിക്കാനുള്ള ഒരു ഘടകം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഫാമിലി കുട്ടികൾ ഇത്തരം സിനിമ, ഈ സ്ലാപ്സ്റ്റിക് കോമഡികൾ, ഫീൽ ഗുഡ് മൂവികളുടെ ഏറ്റവും വലിയ പ്രേക്ഷകർ ഫാമിലി ഓഡിയൻസാണ്. ഈ ഫാമിലി ഓഡിയൻസ് ദിലീപിൻ്റെ സിനിമ കാണാൻ പോവില്ല. കാരണം വെച്ചാൽ അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ ഒന്നല്ല അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്ന്. ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്തു ആളുകളുടെ. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന ദിലീപിൻ്റെ ഒരു കോമഡി കേട്ട് ചിരിക്കുകയാണെന്ന് തന്നെ കരുതുക. ചിരിക്കുമ്പോൾ നമുക്ക് മറ്റത് ഓർമ്മ വരും. അപ്പോൾ ആളുകൾക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല. സ്ത്രീകൾ ഒട്ടും അത് ആസ്വദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ രാംലീല വിജയിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ രാംലീല ഇപ്പോൾ ഫാമിലി ഓഡിയൻസ് കയറുന്ന ഒരു സിനിമയല്ല, അതൊരു പൊളിറ്റിക്കൽ ഒരു മൂവിയാണ്, പൊളിറ്റിക്കൽ മൂവിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവി പണം വാരിയെങ്കിൽ അപ്പോൾ അതിനർത്ഥം എന്താണ്? ദിലീപിൻ്റെ സിനിമ ഇനി നല്ല സിനിമ വന്നാൽ ഇനിയും വിജയിക്കും. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ അദ്ദേഹം ഒരു ക്രൈം ചെയ്തു, അദ്ദേഹം അതിന് ശിക്ഷ അനുഭവിക്കുക അല്ലെങ്കിൽ ട്രയൽ നേരിടുകയാണെന്നുള്ളതൊന്നും ഒരു നല്ല സിനിമ ആസ്വദിക്കാൻ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നടന്മാരുടെയൊക്കെ വ്യക്തിജീവിതവും അവരുടെ ക്രൈമും, ഇപ്പോൾ ജഗതി എന്നൊരു നടൻ, ജഗതിയെ കവച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു നടൻ വേറെ ഉണ്ടായിട്ടുണ്ടോ മലയാളത്തിൽ? അദ്ദേഹത്തിന് പകരം വയ്ക്കുക. അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ജഗതിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു സിനിമ ആസ്വദിക്കുന്ന ആ നടൻ്റെ വ്യക്തിജീവിതം നോക്കിയിട്ടൊന്നും അല്ല. കാരണം ജഗതിക്കെതിരെ ആരോപണം ഉയർന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ ഹിറ്റായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് അപകടം ഉണ്ടായെന്ന് വരെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടം വിജയിക്കാത്തതിൻ്റെ കാരണം ഈ കേസാണെന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. മറ്റൊന്ന്, ഈ ദിലീപ് അടുത്ത ഇടയ്ക്ക് ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി ഓൺലൈൻ മീഡിയയ്ക്കും മറ്റു മീഡിയകൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ബോധപൂർവ്വം ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ സംഭവം തേച്ചു മാച്ച് കളയാൻ, ഇങ്ങനെ ഒരു ക്രൈം നടന്നു, അങ്ങനെ കേസുണ്ടെന്നുള്ളത് തേച്ചു മാച്ച് കളയാൻ വേണ്ടി മറ്റൊരു വഴികൾ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ മിക്കവാറും ഇൻ്റർവ്യൂകളിൽ ഒരുപക്ഷെ ദിലീപ് ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ അവതാരകർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ദിലീപേട്ടൻ കൊണ്ടുവന്ന നായികമാർ അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ ഒപ്പം വന്ന പുതുമുഖ നായികമാർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ഇൻ്റർവ്യൂ കോമൺ ആണ്. അപ്പോൾ അതിൽ അദ്ദേഹം പേര് പറയും, നിത്യദാസിൻ്റെ പേര് പറയും, നവ്യ നായരുടെ പേര് പറയും, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, ഭാവന എന്നൊക്കെ പറഞ്ഞാൽ പോവാണ്. അതായത് ഇതൊരു സ്വാഭാവികമായൊരു ക്വസ്റ്റ്യൻ ആണെന്നും
ഇതൊരു സ്വാഭാവികമായ ഉത്തരമാണെന്നും പ്രേക്ഷകർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ എല്ലാ ഇന്റർവ്യൂകളിലും ഉണ്ട്. അപ്പോൾ അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അങ്ങനെ അങ്ങ് വൈറ്റ് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇത് ഈ പാട് മാറിപ്പോവും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. മറ്റൊരു കാര്യം, അതിനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ബുദ്ധിമാൻ തന്നെയാണ്. ആ ബുദ്ധിയാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ആൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്നൊരു ഇൻ്റർവ്യൂ കണ്ടു. മനോരമ ഓൺലൈനിൽ നടന്നൊരു ഇൻ്റർവ്യൂ ആണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ ആങ്കർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നോട് ഏത് സിനിമയായിരിക്കും ദിലീപേട്ടൻ സജസ്റ്റ് ചെയ്യുക, ദിലീപേട്ടൻ്റെ സിനിമ കാണാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആലോചിക്കാം, കുറേ സിനിമകളുണ്ട്, അപ്പോൾ ഏതെങ്കിലും സിനിമ സജസ്റ്റ് ചെയ്യുന്നില്ല, കുറേ സിനിമകളുണ്ടെന്ന് പറയുമ്പോൾ ഈ ആങ്കർ പറയാണ് അരികെ എന്ന സിനിമയാണ് എനിക്ക് ഫേവറേറ്റ് ദിലീപേട്ടൻ്റെ. അപ്പോൾ അരികെ അങ്ങനെ വലിയ ഹിറ്റായ പടമൊന്നുമല്ല, പക്ഷേ ശ്യാം പ്രസാദിൻ്റെ ദിലീപിൻ്റെ അത്യാവശ്യം കൊള്ളാവുന്നൊരു സിനിമയാണ് അരികെ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് അങ്ങനെ ഒരു കഥാവിശേഷണമുണ്ട്, വേറൊരു മൂഡിലുള്ള പടമാണല്ലോ, കഥാവിശേഷണമുണ്ട് എന്ന് ദിലീപ് പറയാണ്. എന്നിട്ട് ദിലീപ് വാചാലനാവുന്നതിനെ കുറിച്ചാണെന്നറിയാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ മായാമോഹിനിയാണ്. ഞാൻ മറ്റ് ഭാഷാ ഇൻഡസ്ട്രികളിൽ ചെല്ലുമ്പോൾ എന്നോട് പറയുന്നത് അത് നീങ്കളാ എന്ന് തമിഴിലൊക്കെ ചെന്നിട്ട് ആളുകൾ ചോദിക്കും, നിങ്ങൾ തന്നെയാണോ അത് ചെയ്തതെന്ന്. അതായത് അതിനപ്പുറം ഇല്ല ദിലീപ്. അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള മികച്ച സിനിമകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന് അഭിപ്രായമില്ല. അതിനപ്പുറം അദ്ദേഹം ഗ്രേറ്റ് ആയിട്ട് കാണുന്ന മായാമോഹിനിയാണ്. അപ്പോൾ അതാണ് ദിലീപ്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്താണ് ആ ഒരു ബോധത്തിലാണ് നിൽക്കുന്നത്. അതൊരു 15 വർഷം മുമ്പ് നിലനിന്ന ഒരു ബോധത്തിലാണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. അത്തരം സിനിമകളാണ് അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ പുതിയ പടം അതൊരു ഫീൽ ഗുഡ് കോമഡി മൂവി ആയിരിക്കും. അത്തരം പടങ്ങളാണ് അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് അദ്ദേഹം 15 കൊല്ലം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അന്നത് കുറേയൊക്കെ ഹിറ്റായിട്ടുണ്ട്, കുറേ ഓടിയിട്ടുണ്ട്. ഇന്ന് കേരളം മാറി, കേരളത്തിൻ്റെ ഭാവുകത്വം മാറി, സിനിമയുടെ ഭാവുകത്വം മാറി, സിനിമയ്ക്ക് അകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള രാഷ്ട്രീയം തന്നെ മാറി. ഒരു പക്ഷേ 15 കൊല്ലം മുമ്പ് ദിലീപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കോമഡികളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. അത് ആളുകൾ ശ്രദ്ധിക്കുന്ന പുതിയ തലമുറയാണ് സിനിമകൾ കാണുന്നത്. കാര്യം ജഗതിയുടെ കാര്യത്തിലുണ്ട്. അന്നത്തെ ജഗതിയെ വിലയിരുത്തിയ തലമുറയല്ല ഇന്ന് ജഗതിയെ വിലയിരുത്തുന്നത്. ഇതേ തിരിച്ചടി നേരിടേണ്ടി വരും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഏതോ കാലത്ത് നിന്നിട്ട് എന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കാൻ ഒരു കൂട്ടം ശ്രമിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. ഹീസ് ഔട്ട്ഡേറ്റഡ്. യെസ്, അതാണ് ദിലീപ് ഔട്ട്ഡേറ്റഡ് ആയി എന്നൊരു വാസ്തവം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ മലയാള സിനിമ ഏറെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കൂടി അതിനുള്ളൊരു കരുത്തുകൂടി അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ ഔട്ട് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.